ഹായ് സ്റ്റുഡൻസ്, നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് കേട്ടോ. മൾട്ടി സ്പെക്ട്രൽ സ്കാനിങ് അല്ലെങ്കിൽ മെത്തേഡ്സ് ഓഫ് സ്കാനിങ് എന്ന് ചോദിക്കും, അല്ലെങ്കിൽ മെത്തേഡ്സ് ഓഫ് റിമോട്ട് സെൻസിങ് എന്ന് ചോദിക്കാം. മൾട്ടി സ്പെക്ട്രൽ സ്കാനിങ് ശരിക്കും പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മുകളിൽ നിന്ന് ഫ്ലൈറ്റ് പോകുന്നു. ഫ്ലൈറ്റിൽ നിന്ന് താഴേക്ക് സെൻസേഴ്സ് വെച്ചിട്ട് ഗ്രൗണ്ടിലെ ഏരിയ നമ്മൾ ഫോട്ടോ എടുത്തുകൊണ്ട് പോകുന്നു. ഫോട്ടോ എടുത്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകാം, അല്ലെങ്കിൽ ക്രോസ് വൈസ് ആയിട്ട് ഫോട്ടോ എടുക്കാം, പല രീതിയിൽ എടുക്കാം. അപ്പോൾ ഈ ഫ്ലൈറ്റിൽ വെച്ചിട്ട് ഈ ഗ്രൗണ്ട് ഏരിയനെ എങ്ങനെയാണ് സ്കാൻ ചെയ്യുന്നത് അതനുസരിച്ച് നമ്മൾ രണ്ട് രീതിയിൽ പറയും. എലോങ് ദ ട്രാക്ക് സ്കാനേഴ്സ് ആൻഡ് എക്രോസ് ദി ട്രാക്ക് സ്കാനേഴ്സ്, രണ്ടെണ്ണമാണ് ഉള്ളത്. മൾട്ടി സ്പെക്ട്രൽ സ്കാനിങ് രണ്ട് മെത്തേഡാണ് ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് എക്രോസ് ട്രാക്ക് സ്കാനേഴ്സ്. അപ്പോൾ ആ ഇമേജ് നോക്കുക. ഒരു സ്പേസ് ഷട്ടിൽ അല്ലെങ്കിൽ ഒരു ഫ്ലൈറ്റ് പോകുന്നുണ്ട്. ആ ഫ്ലൈറ്റ് പോകുന്ന ഡയറക്ഷൻ ഒരു ആരോ കൊടുത്തിട്ടുണ്ട്, ബ്ലാക്ക് ആരോ കൊണ്ട് ആ ഒരു CCRS/CCT എന്നിട്ടിരിക്കുന്ന അവിടെ ഒരു ഡയറക്ഷൻ ആരോ കൊടുത്തിരിക്കുന്നുണ്ടോ. ഫ്ലൈറ്റ് അപ്പോൾ മുന്നോട്ടാണ് പോകുന്നത്. ഫ്ലൈറ്റിൽ താഴേക്ക് സെൻസ് ചെയ്യാനായിട്ട് ഒരു ടോർച്ച് എന്ന് നിങ്ങൾ കരുതി ഒരു ടോർച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്ലൈറ്റ് മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ സെൻസർ മൂവ് ചെയ്യുന്നത് എങ്ങോട്ടാണ്? ഫോർവേഡ് ഡയറക്ഷനിൽ. സെൻസർ നമ്മുടെ ഒരു ക്ലോക്കിൻ്റെ പെൻഡുലം കിടന്ന് അടിക്കുന്ന പോലെ ലെഫ്റ്റ് റൈറ്റാണ് സ്കാൻ ചെയ്യുന്നത്. കണ്ടോ, ഫിഗർ കണ്ടോ? ഫ്ലൈറ്റ് മുന്നേക്ക് മൂവ് ചെയ്യുന്നു, പക്ഷേ സെൻസർ സ്കാൻ ചെയ്യുന്നത് എങ്ങോട്ടാണ്? ആ ഒരു ഡി എന്ന് പറഞ്ഞിരിക്കുന്ന അവിടെ ഒരു പോർഷൻ, അവിടെ നിന്ന് വൈറ്റ് കളറിൽ ആരോ കൊടുത്തേക്കുന്നുണ്ടോ? ഇങ്ങനെ ഒരു പെൻഡുലം അടിക്കുന്നത് പോലെ ഫ്ലൈറ്റ് മുന്നോട്ട് മൂവ് ചെയ്യുമ്പോൾ സ്കാനർ ലെഫ്റ്റ് റൈറ്റാണ് മൂവ് ചെയ്ത് ഫോട്ടോ എടുത്തുകൊണ്ട് പോകുന്നത്, അതായത് ഗ്രൗണ്ടിനെ സ്കാൻ ചെയ്ത് കൊണ്ട് പോകുന്നത്. ഒരു റൊട്ടേറ്റിംഗ് മിറർ ടൈപ്പ് ഒരു സംഭവമാണ് ഇതിനകത്ത് കൊടുക്കുന്നത്. അതിനകത്ത് പറയുന്നുണ്ട് എക്രോസ് ട്രാക്ക് സ്കാനേഴ്സിൽ scan the earth in series of lines. The lines are oriented perpendicular to the direction of motion of the sensor platform. Each line is scanned from one side of the sensor to the other using a rotating mirror. അപ്പോൾ അതിനകത്ത് കൂടുതൽ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാര്യം ഇതൊന്ന് വായിച്ച് വെച്ചേക്കുക, ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. എക്രോസ് ദ ട്രാക്ക് ആകുമ്പോൾ ഫ്ലൈറ്റ് പോകുന്ന ഡയറക്ഷന് എക്രോസ് ആയിട്ടായിരിക്കും ഒരു പെൻഡുലം മൂവ് ചെയ്യുന്ന പോലെ ആയിരിക്കും സ്കാൻ ചെയ്യുന്നത്. സെക്കൻഡ് വൺ ഈസ് എലോങ് ദ ട്രാക്ക് സ്കാനർ. അപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, ഫ്ലൈറ്റ് ഏത് ഡയറക്ഷനിൽ മൂവ് ചെയ്ത് പോകുന്നോ സെയിം ഡയറക്ഷനിൽ തന്നെ സ്കാൻ ചെയ്ത് പൊക്കോണ്ടിരിക്കും. അപ്പോൾ ഇതിനകത്ത് വേറെ മൂവ്മെൻറ്റും പ്രശ്നങ്ങളൊന്നും വരത്തില്ല. ഡിസ്റ്റോർഷനൊക്കെ ഇച്ചിരി കുറവായിരിക്കും. അത് നിങ്ങൾ ക്യാമറ വെച്ച് ഫോട്ടോ എടുക്കുമ്പോൾ കൈയൊന്ന് മൂവ് ചെയ്താൽ ആ ഫോട്ടോ ഒരുമാതിരി ഡിസ്റ്റോർട്ടഡ് ആയിരിക്കത്തില്ലേ? അങ്ങനെ ഈ റിമോട്ട് സെൻസിങ് ഇമേജിലും ഡിസ്റ്റോർഷൻസ് കാര്യങ്ങളൊക്കെ വരാം. അപ്പോൾ ഏതിലാണ് ഡിസ്റ്റോർഷൻ കൂടുതൽ, ഏതായിരിക്കും കൂടുതൽ വരാത്തത്, അങ്ങനത്തെ കാര്യമൊക്കെ വെച്ചിട്ടാണ് ഇതിൽ ഡീറ്റെയിൽസ് വരുന്നത്. അപ്പോൾ എലോങ് ട്രാക്ക് സ്കാനർ ആകുമ്പോൾ ഓൾസോ യൂസ് ദ ഫോർവേഡ് മോഷൻ ഓഫ് ദ പ്ലാറ്റ്ഫോം ടു റെക്കോർഡ് സക്സസീവ് സ്കാൻ ലൈൻസ് ആൻഡ് ബിൽഡപ്പ് എ 2-dimensional ഇമേജ് പെർപെൻഡിക്കുലർ ടു ദി ഫ്ലൈറ്റ് ഡയറക്ഷൻ. ഹവർ ഇൻസ്റ്റെഡ് ഓഫ് സ്കാനിങ് മിറർ, ഞാൻ പറയും തൊട്ട് മുമ്പിലത്തേന് ഒരു സ്കാനിങ് മിറർ ആയിരുന്നു. ദേ യൂസ് എ ലീനിയർ അറേ ഓഫ് ഡിറ്റക്ടേഴ്സ് ലൊക്കേറ്റഡ് അറ്റ് ദി ഫോക്കൽ പ്ലെയിൻ ഓഫ് ദി ഇമേജ് ഫൗണ്ട് ബൈ ലെൻസ് സിസ്റ്റം വിച്ച് ഈസ് പുഷ്ഡ് അലോങ് ദി ഫ്ലൈറ്റ് ട്രാക്ക്. അവർ പുഷ് ബ്രൂം സ്കാനേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഫ്ലൈറ്റ് പോകുന്ന സെയിം ഡയറക്ഷനിലായിരിക്കും സ്കാൻ ചെയ്ത് പോകുന്നത്. ദീസ് സിസ്റ്റംസ് ആർ ഓൾസോ റിഫേർഡ് ടു ആസ് പുഷ് ബ്രൂം സ്കാനേഴ്സ്. ഓക്കെ, ഇപ്പോൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ടൈപ്സ് ഓഫ് റിമോട്ട് സെൻസിങ് സ്കാനേഴ്സ് അല്ലെങ്കിൽ മൾട്ടി സ്പെക്ട്രൽ സ്കാനിങ് എന്ന് പറയും. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, സിമ്പിളാണ്. ഫിഗർ വരച്ച് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യണം. ഫിഗർ വരയ്ക്കുമ്പോൾ നിങ്ങൾക്കും എളുപ്പമായിരിക്കും, പേപ്പർ വാല്യൂ ചെയ്യുന്നവർക്കും അതൊന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് മാർക്കിടാൻ എളുപ്പമായിരിക്കും. എക്രോസ് ട്രാക്ക് സ്കാനേഴ്സ് ആൻഡ് എലോങ് ട്രാക്ക് സ്കാനേഴ്സ്. പിന്നെ ഇവിടെ ജസ്റ്റ് ഒന്ന് ഈ പറയുന്ന എലോങ് ട്രാക്ക് സ്കാനേഴ്സിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ജസ്റ്റ് ഒന്ന് കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരുന്നാൽ മതി. ഓക്കെ, ബെറ്റർ ജിയോമെട്രി ആണ്, ദെൻ ലോങ്ങർ ഡ്വെൽ ടൈം കിട്ടും, ലൈറ്റ് ആൻഡ് സ്മോൾ ഡിവൈസ് ആയിരിക്കും. അത് എലോങ് ദ ട്രാക്ക് ആണെങ്കിൽ. ഡിസഡ്വാൻറ്റേജ് ആണെങ്കിൽ നീഡ് ടു കാലിബ്രേറ്റ് more detectors, then limited range of spectral sensitivity. ജസ്റ്റ് അതൊന്ന് നോക്കി വെച്ചിരുന്നാൽ മതി. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഫിഗർ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പഠിച്ചു വെച്ചേക്കുക. മൾട്ടി സ്പെക്ട്രൽ സ്കാനിങ്.